ഹായ് ഹലോ നമസ്കാരം ഗൈസ്. എല്ലാവരും ഹാപ്പിയായിട്ട് സുഖമായിട്ട് കൂളായിട്ടിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മുടെ നോറയും ജാസ്മിനും ജയിലിൽ ആണ്. അപ്പോൾ ജാസ്മിൻ്റെ പുരോഗമന ചിന്താഗതി അറ്റ് പീക്ക് ആണ്. അപ്പോൾ ജാസ്മിൻ നമ്മുടെ നോറോട് ചോദിക്കുന്നുണ്ട്, ഇവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് പുറത്ത് ഫ്രണ്ട്സിനോട് അങ്ങനെയാണോ, എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നോറ കൂളായിട്ട് പറയുന്നുണ്ട്, എനിക്കറിയില്ല, അതിപ്പോൾ നോറയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും അവരെങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത്. അപ്പം ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെയാണ്, ഈ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഇങ്ങനെയാണ്, ഇതിലിപ്പോൾ ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടൊന്നുമില്ല, മലയാളികളുടെ ചിന്താഗതികളൊന്നും മാറ്റിപ്പിടിക്കണം, അവർ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻ ബ്രാക്കറ്റ് മലയാളികൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ജാസ്മിൻ്റെ പാരൻസും ജാസ്മിൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയും പെടും കേട്ടോ. പിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഞാൻ ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ജാസ്മിൻ എൻ്റെ കുഞ്ഞമ്മയുടെ മോളൊന്നുമല്ല. ജാസ്മിൻ എങ്ങനെയായാലും നമുക്കതൊരു വിഷയമല്ല, ഇതൊരു റിയാലിറ്റി ഷോ ആണ്, റിയാലിറ്റി ഷോയിൽ വൺ ഓഫ് ദ റിവ്യൂവർ ആണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയ കാര്യങ്ങൾ മാന്യമായ ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നു. അല്ലാതെ ജാസ്മിൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പുട്ടിന് തേങ്ങയിട്ട മാതിരി പറയുന്നത് സം സിറ്റുവേഷൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത തെറ്റുകളും സംഭവങ്ങളും ഗിൽറ്റി ഫീലൊക്കെ ഇങ്ങനെ ഹിറ്റ് ചെയ്യും. അപ്പോൾ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഓക്കെ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി നമ്മുടെ മൈൻഡിനുണ്ട്. അപ്പോൾ ജാസ്മിൻ കുറ്റം ചെയ്തു, തെറ്റു ചെയ്തു എന്നൊക്കെ പറയുന്നത് ജാസ്മിൻ്റെ പാരൻസിന് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ജാസ്മിൻ്റെ ഈ ഒരു ക്യാരക്ടറും ഈ ഒരു ആറ്റിറ്റ്യൂഡും. അതേപോലെ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി നീട്ടിപ്പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് പോയി, ഷീ ചീറ്റഡ് ഓൺ മീ, ഗെയിമിൽ എത്തിക്കുന്നുണ്ട്, മറ്റു റിലേഷൻഷിപ്പിൽ എത്തിക്സ് ഇല്ല. ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഞാൻ പുറത്തേക്ക് കൂടുതൽ വിടുന്നില്ല, ബിക്കോസ് അപ്പോൾ ഞാനും ജാസ്മിനും തമ്മിൽ എന്താണ് വ്യത്യാസം, 7 months റിലേഷൻഷിപ്പായിരുന്നു, ഇനിയിപ്പോൾ അത് മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് പോയതും ഈ മലയാളികൾ അപ്ഡേറ്റ് ആവാത്ത എൻ്റെ വേർഷൻ, അതായത് അഫ്സലും മലയാളിയാണല്ലോ, അപ്പോൾ കുടുംബം അടക്കം അപ്ഡേറ്റഡ് ആവാത്തതുകൊണ്ടാണോ ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോറ പറയുന്നുണ്ട്, നീ ഗബ്രിക്ക് എന്തോ റിലേഷനുള്ള പോലെ തോന്നുന്നുണ്ട്, ആദ്യമൊക്കെ നിങ്ങളുടെ ഇരിപ്പും മട്ടും കണ്ടപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല, പക്ഷെ ഇപ്പം എന്തോ കുറേശ്ശെ തോന്നുന്നുണ്ട്. അതിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ട്, ലൈക്ക് എനിക്ക് പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ അകത്ത് കമ്മിറ്റഡ് ആവാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. വളരെ മനോഹരമായ ഉജ്ജ്വലമായ ചിന്താഗതി. ഓഫ്കോഴ്സ് എത്രയോ പേര് അറ്റ് എ ടൈം 5-6 റിലേഷൻഷിപ്പ് വയ്ക്കുന്നുണ്ടല്ലേ. എൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെയാണ്, എൻ്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ ഉണ്ടാക്കാമല്ലോ എന്നുള്ള വളരെ ഉജ്ജ്വലമായ 3G ചിന്താഗതി കൊണ്ട് നടക്കുന്നത്. റിലേഷൻഷിപ്പിനോ ഫീലിങ്സിനോ ഈവൻ മനുഷ്യന്മാർക്കോ യാതൊരുവിധ എത്തിങ്സോ അവരുടെ ലൈഫോ അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയുന്നതിന് ഒരു പോയിന്റ് പോലും വാല്യൂ കൊടുക്കാതെ ലൈക്ക് അത് ലവ് അല്ല, ഇറ്റ്സ് എ ലെസ്റ്റ് ആക്ച്വലി. അപ്പോൾ ജാസ്മിന് ലെസ്റ്റ് ആണോ ലവ് ആണോ, അതേപോലെ ജാസ്മിൻ ഗബ്രിക്ക് ലെസ്റ്റ് ആണോ ലവ് ആണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഓക്കെ, ഒരു ഈ കൊച്ചിൻ്റെ തലയിൽ എന്താണ് ഒരു ലെവലേഷൻ ബോധമില്ലാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നിട്ടും കുറേ ആൾക്കാർ കമൻസിൽ വന്ന് പറയുന്നുണ്ട് ജബ്രിയെ എന്തിനാണ് തെറ്റിദ്ധരിക്കുന്നത്, ആൻഡ് കുറേ ആൾക്കാർ വന്ന് വെള്ള പൂശുന്നുണ്ട്. അത് മേ ബി എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല, അവരുടെ ചിന്താഗതി മേ ബി മാച്ച് ആവുന്നുണ്ടാവും, വോട്ട് എവർ. പുറത്തും കമ്മിറ്റ് ആവുക അകത്തും കമ്മിറ്റ് ആവുക, അങ്ങനെ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഫ്രണ്ട്സിനോട് ജാസ്മിൻ അങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ വീട്ടിൽ ജാസ്മിൻ്റെ പാരൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോയ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വരുന്നു, 12 മണിക്ക് ശേഷം ഇരിക്കുന്നു, ചിരിക്കുന്നു, കടിക്കുന്നു, അങ്ങനെ പല ആചാരങ്ങളും നടത്തുമോ, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു പുരോഗമന ചിന്താഗതി, അതായത് മലയാളികൾ മാറണം. ഒരു റിലേഷൻ മാത്രം കൊണ്ട് നടക്കരുത്. ഒരു റിലേഷൻ ഒരിടത്താണെങ്കിൽ വേറെ അടുത്ത് വേറെ റിലേഷൻ വയ്ക്കുന്നതിൽ എന്താ തെറ്റ്, അതിപ്പോൾ ചെയ്യുന്നതിന് എന്താ തെറ്റുന്നതാണ് ജാസ്മിൻ്റെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് അപ്പം കാണുന്ന ആളുകൾ അപ്പാന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡാഡ്ലെസ് ക്യാരക്ടർ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡാഡ് പേഴ്സണാലിറ്റി ക്യാരക്ടർ, അല്ലെങ്കിൽ ലെസ്റ്റ്. ഇറ്റ്സ് എ പ്യുവർലി ലെസ്റ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല.